മുഖ്യമന്ത്രി അടിവരയിട്ടത് കുട്ടികളുടെ ഒരു എന്താ പറയുക ആ മേഖലയിലേക്കുള്ള ലഹരിയുടെ ഒരു വ്യാപനമാണ്. കുട്ടികളിൽ ഇതുമായി ബന്ധപ്പെട്ട് വളർത്തിയെടുക്കേണ്ട ഒരു ആദ്യ പാഠം എന്താണ് താങ്കളുടെ അനുഭവത്തിൽ? അല്ല, ലഹരി ഉപയോഗത്തെ ആധുനിക വൈദ്യശാസ്ത്രം കാണുന്നത് ഒരു ആരോഗ്യ പ്രശ്നമായിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചികിത്സയും എൻഫോഴ്സ്മെൻറ്റ് പോലെയുള്ള ആക്ടിവിറ്റീസും മാത്രമല്ല വേണ്ടത്. അവിടെ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് കൂടെ നമുക്ക് വേണം. ഏത് ആരോഗ്യ പ്രശ്നത്തെയും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കണം. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ചുമതല കാണാൻ സാധിക്കുന്നത് കുട്ടികളിൽ തന്നെയാണ്. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കുട്ടികളും ചെറുപ്പക്കാരുമാണ് ഈ ഒരു ലഹരിയുടെ പിടിയിൽ ഏറ്റവും കൂടുതൽ പിടിയിലായിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് പകർന്നു നൽകാനായിട്ട് പാഠ്യപദ്ധതിയിൽ തന്നെ അവരുടെ സിലബസിൽ തന്നെ ഇപ്പോൾ മുയലിൻ്റെയും ആമയുടെയും ഒക്കെ കഥകൾ പഠിക്കുന്നത് പോലെ തന്നെ കുട്ടികൾ ഈ ലഹരി ഉപയോഗം മൂലം ഉണ്ടാകാവുന്ന ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും വളരെ നല്ലതായിരിക്കും. സിലബസിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ആദ്യം 1-ാം ക്ലാസ് മുതൽ തന്നെ ഈ രാസലഹരികൾ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകാവുന്ന ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് കുട്ടികൾ മനസ്സിലാക്കട്ടെ. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു അധ്യാപകന് ഒരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടി ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടിയാണോ എന്നുള്ളത് തിരിച്ചറിയാനും അത് ആദ്യ ലക്ഷണങ്ങളിൽ തന്നെ അത് മനസ്സിലാക്കിയെടുക്കുവാനും ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് നൽകാനുമുള്ള ഒരു ട്രെയിനിങ് നമുക്കറിയാം. ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ വലിയൊരു അഭാവം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ 5-10 ദിവസം ഒരു അധ്യാപകന് കൃത്യമായിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ അധ്യാപകരെയും നമുക്ക് സൈക്കോളജി ടീച്ചേഴ്സായിട്ട് മാറ്റിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഒരു കുട്ടി നിരന്തരം ക്ലാസ്സിൽ മുടങ്ങുന്നു, അല്ലെങ്കിൽ അവൻ്റെ വേഷവിധാനത്തിലുള്ള മാറ്റങ്ങൾ, അവൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഈ കുട്ടി ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ആ കുട്ടിയെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുവാനും. ഡോക്ടർ പറഞ്ഞതിൻ്റെ അതായത് ഒരു കുട്ടിയിലുണ്ടാകുന്ന മാറ്റം ആദ്യം മനസ്സിലാകുന്നത് ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകനായിരിക്കും. അത് കഴിഞ്ഞായിരിക്കും വേണമെങ്കിൽ, അല്ലേ? അതല്ലേ സാർ? അദ്ദേഹം പറഞ്ഞല്ലോ സാർ, ഇത് 3 കാര്യങ്ങൾ നമ്മളത് എന്തുകൊണ്ടാണ് അത് വ്യാപിക്കുന്നു എന്ന് അത് നോക്കട്ടെ. വേണമെങ്കിൽ നമുക്ക് നമ്മൾ മണിക്കൂറോളം നമ്മൾ ചർച്ച ചെയ്യാം. നമുക്ക് ഇപ്പോൾ വേണ്ടത് 3 കാര്യങ്ങൾ സാർ ഒരു ഉടനെ ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു സാർ. ഒന്ന് സാർ, ഞാൻ 4000 സ്കൂളുകളിൽ ഇതുവരെ ഞാൻ പോയ ആളാണ് സാർ. എല്ലാ ദിവസവും ഞാൻ മിക്കവാറും, ഇപ്പോൾ കുട്ടികളുടെ അവധി ആയതുകൊണ്ട് മാത്രമേ ഞാൻ ഇന്നും പോയില്ല എന്നേ ഉള്ളൂ സാർ. അവരോട് ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നത് കുട്ടികൾ ലഹരിൻ്റെ പരിഭാഷ എന്താണെന്ന്. അതാണ് ഞാൻ ദിവസം ചോദിക്കുന്നത്. ഒരു കുട്ടിക്കും അത് മറുപടി പറയാം. ലഹരിയുടെ പരിഭാഷ എന്ന് പറഞ്ഞാൽ ലഹരി വസ്തു എന്താണ്, പുകയില സാധനം എന്താണ്, പുകയിലയിലും ലഹരി വസ്തു തമ്മിൽ വ്യത്യാസം എന്താണ്, പാൻ പരാഗ്, പാൻ മസാല, ജർദ, കുട്ക, ഖാനി, ഹാൻസ് എന്താണ്? ഇവരെ അതൊക്കെ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ല, അവർക്കൊന്നും അറിയണ്ടേ. നമ്മൾ സാർ അവരുടെ പുകയില സാധനം എന്താണ്, അവർക്ക് ഈ കഞ്ചാവോ ഇത് കഴിച്ചാൽ ശരീരത്തിന് എങ്ങനെ ഒരു വല്ലാത്ത നമുക്ക് ഒരു ബുദ്ധിമുട്ടാവുന്നത് അത് പറയാൻ ഞാൻ 5 ചാപ്റ്റർ ഞാൻ എൻ്റെ വിലയില്ല സാർ. 5 ചാപ്റ്റർ ഞാൻ എഴുതി 8th, 9th, 10th, 11th, 12th. ഞാൻ രവീന്ദ്രനാഥ് സാറിനോട് കൊടുത്തായിരുന്നു സാർ. അന്നത്തെ എഡ്യൂക്കേഷൻ ഞാൻ ശിവൻകുട്ടി സാറിനോട് ഞാൻ കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു സാർ, ഇതെങ്കിലും ഒന്ന് വന്നാൽ അത് ഞാൻ എക്സ്പേർട്സ് കൊണ്ടാവും. ഞങ്ങൾ എഴുതിയ വലിയ പാടുപെട്ടത് ഈ ഇതായിരുന്നു. അത് സാർ പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ തിരിച്ച് മനസ്സിലാവും സാർ. അമേരിക്കയിലും സാർ അവിടെ കുട്ടികൾ 1ാമത്തെ ക്ലാസ് മുതൽ ഒരു സംഘമായിട്ട് ആളുകൾ വന്നിട്ട് 3 ആഴ്ചയായിട്ട് ഒരു ട്രെയിനിങ് ഉണ്ട് സാർ. ഈ സാധനങ്ങൾ മോശമാണ്, ഈ സാധനങ്ങൾ കഴിക്കരുത്. നമ്മുടെ അവരുടെ ഒരു ശരീരം, നമ്മുടെ നമ്മുടെ പെൺകുട്ടിക്ക് വരുന്ന അവരായിട്ട് ഈ ആൺകുട്ടികൾ കുറേ സ്കൂളുകളിൽ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ സാർ. അപ്പോൾ അമേരിക്കയിൽ 1ാമത്തെ 3 വയസ്സായ പെൺകുട്ടിക്കും അവർ പറയാനുണ്ട് ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ്. അതുകൊണ്ടാണ് അവയർനെസ്. കുട്ടിയോട് മോശമാണെന്ന് പറഞ്ഞാലല്ലേ സാർ കുട്ടി അതോ കഴിക്കരുതെന്ന് പറയാൻ പറ്റും.